എസെക്കിയാൽ 28 അധ്യായം 4 വാക്യം. ബുദ്ധി കൊണ്ട് വിവേകം കൊണ്ടും നീ ധനം സമ്പാദിച്ചു, പൊന്നും വെള്ളിയും നിന്റെ ഭണ്ഡാരത്തിൽ സംഭരിച്ചു. വ്യാപാരത്തിനുള്ള നിന്റെ വലിയ അറിവ് മൂലം നീ സമ്പത്ത് വർദ്ധിപ്പിച്ചു, ധനം മൂലം അഹങ്കരിച്ചു. ആകയാൽ ദൈവമായ കർത്താവ് അരുളിച്ചെയ്യുന്നു, നീ നിന്നെ തന്നെ ദൈവത്തെപ്പോലെ ജ്ഞാനിയാക്കി കണക്കാക്കി. അതിനാൽ ജനതകളിൽ വച്ച് ഏറ്റവും ഭീകരന്മാരായവരെ ഞാൻ നിന്റെ മേൽ അയക്കും. നിന്റെ ജ്ഞാനത്തിൻ്റെ മനോരഹിതയ്ക്കും നേരെ അവർ വാളൂരും. അവർ നിന്റെ തേജസ്സ് കെടുത്തിക്കളയും. അവർ നിന്നെ പാതാളത്തിലേക്ക് തട്ടിയിടും. വിധിക്കപ്പെട്ടവനെപ്പോലെ നീ സമുദ്രമധ്യേ മരിക്കും. നിന്നെ കൊല്ലുന്നവൻ്റെ മുൻപിൽ വച്ച് ഞാൻ ദേവനാണെന്ന് നീ ഇനി പറയുമോ? നിന്നെ മുറിവേൽപ്പിച്ചവൻ്റെ കൈകളിൽ നീ ദേവനല്ല, വെറും മനുഷ്യനാണ്. അപരിചിതനെപ്പോലെ നീ വിദേശികളുടെ കരത്താൽ മരിക്കും. കർത്താവായ ഞാനാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. കർത്താവ് എന്നോട് അരുളിച്ചെയ്തു, മനുഷ്യപുത്രാ, ഡയർ രാജാവിനെക്കുറിച്ച് ഒരു വിലാപഗാനം ആലപിക്കുക. അവനോട് പറയുക, ദൈവമായ കർത്താവ് അരുളിച്ചെയ്യുന്നു, നീ പൂർണ്ണതയ്ക്ക് മാതൃകയായിരിക്കുന്നു. വിജ്ഞാനം തികഞ്ഞവനും സൗന്ദര്യം സമ്പുഷ്ടനും നീ ദൈവത്തിൻ്റെ തോട്ടമായ ഏദോമിലായിരുന്നു. മാണിക്യം, പുഷ്യരാഗം, സൂര്യകാന്തകം, പത്മരാഗം, ചന്ദ്രകാന്തം, ഗോമോദകം, ഇന്ദ്രനീലം, വൈഡൂര്യരം, മരതകം എന്നിവ നിന്നെ പൊതിഞ്ഞിരിക്കുന്നു. നിന്റെ തംബുരുവും പുല്ലാങ്കുഴലും സ്വർണം നിർമ്മിതമായിരുന്നു. നീ സൃഷ്ടിക്കപ്പെട്ടത് ദിവസം തന്നെ അവയെല്ലാം ഒരുക്കിയിരുന്നു. ഒരു അഭിഷിക്ത കുരുവിനെ നിനക്ക് കാവൽ നിർത്തി. നീ ദൈവത്തിൻ്റെ വിശുദ്ധഗിരിയിൽ ആയിരുന്നു. തീ പോലെ തിളങ്ങുന്ന രത്നങ്ങളുടെ ഇടയിൽ നീ സഞ്ചരിച്ചു. നമുക്ക് ശത്രുക്കളുണ്ടാകുമ്പോഴും നമ്മെ തന്നെ എളിമപ്പെടുത്തുവാൻ ദൈവമറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല. നമ്മളുടെ ഓരോ അഹങ്കാരത്തിൻ്റെയോ വിവേകമില്ലായ്മയുടെയോ കുറവുകളെ നികത്തി ധൈര്യം അവലംബിച്ച് എളിമയും വിനയത്തിലും ജീവിക്കുന്നതിനും, നിരാശയിലായിരിക്കുമ്പോൾ അതിന് ആത്മധൈര്യം ദൈവത്തെ കൂട്ടുപിടിച്ച് ദൈവിക ജ്ഞാനത്തിൽ വളരാനുമാണ് ദൈവം നമ്മെ ശക്തിപ്പെടുത്തുന്നതെന്ന്. ഓരോരോ ചെറിയ വാക്കുകൾ അല്ലെങ്കിൽ പ്രവൃത്തികൾ മറ്റുള്ളവർ നമ്മളെ കുത്തിമുറിവേൽപ്പിക്കുമ്പോൾ നമ്മൾ ദൈവത്തിൽ ശക്തരാകാൻ വേണ്ടിയാണെന്ന് വചനത്തിലൂടെ ദൈവം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു.